അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിനും ഫോട്ടോസിനും ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ് ക്യാപ്കട്ട് ആപ്പ്. സോ ഈ ഒരു ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ നമ്മുടെ വീഡിയോസിന് ക്ലാരിറ്റി കൂട്ടാം നമുക്ക് നോക്കാം. അതിന് ആദ്യമായിട്ട് നമ്മുടെ ക്യാപ്കട്ട് ആപ്പ് ഓപ്പൺ ചെയ്തു. ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്കിതിവിടെ 4 ഓപ്ഷൻസ് കാണാം. അവിടെ എഡിറ്റ്, ടെംപ്ലേറ്റ്സ്, പ്രോജക്റ്റ്, മീ എന്ന് പറഞ്ഞ് കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അതിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്കിതവിടെ ഒരു ന്യൂ വീഡിയോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അപ്പോൾ അത് നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇതൊക്കെ ഞാൻ ഓൾറെഡി എഡിറ്റഡ് ചെയ്തിട്ടുള്ള വീഡിയോസാണ്. ഇനി നമുക്കിതവിടെ സെറ്റിംഗ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഗാലറിയിലുള്ള എല്ലാ ഫോട്ടോസും വീഡിയോസും നമുക്ക് കാണാം. അതൊക്കെ നമുക്കിതാ സെലക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യാൻ പോകുന്നത്. കാരണം ഇപ്പോൾ നമുക്ക് കാണുമ്പോഴേ അറിയാം ഈ വീഡിയോയ്ക്ക് നല്ല രീതിയിലുള്ള ക്ലാരിറ്റി ഇല്ല. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് ഞാൻ കുറച്ച് ക്ലാരിറ്റി കൂട്ടാൻ പോവാണ്. അപ്പോൾ ഇവിടെ ആഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. സോ ഇവിടെ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്കിതാ ഓഡിയോ, ടെക്സ്റ്റ്, എഫക്ട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻ ഉണ്ട്. അതിലിവിടെ അഡ്ജസ്റ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരിക്കും. അത് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ അഡ്ജസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഫസ്റ്റ് ഓപ്ഷനാണ് ഇവിടുത്തെ ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അത് ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത്രോളം ബ്രൈറ്റ്നസ് നമുക്ക് ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറയ്ക്കാം, കൂട്ടാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. നമ്മുടെ ഓരോ വീഡിയോസിൻ്റെ ആ ഒരു ക്ലാരിറ്റിക്ക് അനുസരിച്ച് വേണം നമ്മൾ ഈ ഒരു കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുക്കാൻ. സോ എൻ്റെ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ട ബ്രൈറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ തൽക്കാലം ഒരു 20 ഇട്ട് കൊടുക്കുവാണ്. ആൻഡ് അടുത്ത ഓപ്ഷൻ എടുക്കുക. അത് നമുക്കൊന്ന് എന്ത് ചെയ്യും, ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്തിങ്ങനെ കൊടുക്കാം. സാറ്റുറേഷനും ബ്രില്യൻസ്, sharpen, clarity, അപ്പോൾ ഇത്രയും ചെയ്തപ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് നല്ല രീതിയിൽ തന്നെ ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്ത വീഡിയോ എക്സ്പോർട്ട് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമ്മുടെ ഗാലറിയിലോട്ടേക്ക് വന്നോളും.